ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രം ജലം നിത്യജീവിതത്തിൽ എന്ന പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളാണ് നോക്കാം. വാട്ട് ഡു വി യൂസ് റിവർ വാട്ടർ? നമ്മൾ പുഴവെള്ളം നാം എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത്? ഫോർ ബാത്തിങ്, ഫോർ അഗ്രികൾച്ചർ, ഫോർ വാഷിംഗ് ക്ലോത്ത്, ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ്, ഫോർ ഇലക്ട്രിസിറ്റി ജനറേഷൻ, ഫോർ ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ. Can river water used directly for drinking and other domestic purpose? കുടിക്കാനും മറ്റു വീട്ടാവശ്യങ്ങൾക്കും പുഴവെള്ളം നേരിട്ട് ഉപയോഗിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ, ദ റിവർ വാട്ടർ ഈസ് പ്യൂരിഫൈഡ് ആൻഡ് യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് അല്ലേ? പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നത്. ഈ വാട്ട് ആർ ദ സോഴ്സ് ഓഫ് വാട്ടർ യു ഡിപ്പെൻഡ് ഓൺ? അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വെള്ളം കിട്ടുന്ന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? വെൽ, ബോർവെൽ, റെയിൻ വാട്ടർ, സ്ട്രീമോ, പൗഡർ, കനാൽ. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ഇൻ അവർ ബോഡി? അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ പ്രാധാന്യം എന്താണ്? വാട്ടർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ലൈഫ് ഫങ്ഷൻസ് അല്ലേ? മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. ഇനി വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്? അപ്പം നമ്മൾ എന്തെല്ലാം ധർമ്മങ്ങളാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഫോട്ടോസിന്തസിസ്, ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്ട് ഓഫ് പ്ലാന്റ്, ടു ട്രാൻസ്പോർട്ട് ദ ഒബ്സർവ്ഡ് മിനറൽസ് ടു ദ ലീവ്സ്, ടു മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദി പ്ലാന്റ് ബോഡീസ്. അപ്പോൾ എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ? പ്രകാശ സംശ്ലേഷണത്തിന്. ദ ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് പ്ലാന്റ്. അപ്പോൾ ആഹാരത്തിന് ഇലകളിൽ നിന്നും മറ്റു സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന്. ടു ട്രാൻസ്പോർട്ട് ദ ഒബ്സർവ്ഡ് മിനറൽസ് ടു ദ ലീവ്സ് അല്ലേ? ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നത്. പിന്നെന്താണ്? ടു മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദി പ്ലാന്റ് അല്ലേ? ശരീരത്തിൻ്റെ ഘടന നിർവഹിക്കുന്നത്. ഇനി റൈറ്റ് ദ ഡെഫിനിഷൻ ഓഫ് പ്യുവർ വാട്ടർ. അപ്പോൾ പ്യുവർ വാട്ടർ ഈസ് കളർലെസ്, ഓർഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ്. ശുദ്ധജലത്തിന് നിറമോ മണമോ രുചിയോ ഇല്ല. അപ്പോൾ ഈസ് എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഷേപ്പ് ഓഫ് ദി വാട്ടർ ആൻഡ് ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ? ജലത്തിൻ്റെ ആകൃതിയും പാത്രത്തിൻ്റെ ആകൃതിയും തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാട്ടർ ഈസ് ആൻ ഡെഫിനിറ്റ് ഷേപ്പ്, ഇറ്റ് ടേക്ക് ദ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ അല്ലേ? ജലത്തിൻ്റെ നിശ്ചിത ആകൃതിയില്ല, ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റ് വിൽ ഫ്ലോട്ട് ഇൻ വാട്ടർ? അപ്പോൾ താഴെ നൽകിയ വസ്തുക്കളിൽ ഏതെല്ലാമാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? അപ്പോൾ ഏതൊക്കെയാണ്? സ്റ്റോൺ അല്ലേ? സിങ്ക് ഇൻ വാട്ടർ അല്ലേ? ജലത്തിൽ താഴ്ന്നു പോകുന്നു. ബലൂൺ ഫ്ലോട്ട് ഓൺ വാട്ടർ, കോയിൻ സിങ്ക് ഇൻ വാട്ടർ, പിന്നെ സിങ്ക് ഇൻ വാട്ടർ അല്ലേ? പിന്നെ എന്താണ്? വുഡ് പീസസ് ഫ്ലോട്ട് ഓൺ വാട്ടർ. പിന്നെ കപ്പൂര് എന്താ ചെയ്യണത്? ഫ്ലോട്ട് ഓൺ വാട്ടർ. പ്ലാസ്റ്റിക് അതേമാതിരി തന്നെ ഫ്ലോട്ട് ഓൺ വാട്ടർ അല്ലേ? അപ്പം ലീഫ് നോക്കുക അതെന്തൊക്കെയാണെന്ന്. പൊങ്ങിക്കിടക്കുന്നത് ഏതാണ്? താഴ്ന്നു പോകുന്നത് ഏതാണ് ജലത്തിൽ? അപ്പം വി ഓഫൺ യൂട്ടിലൈസ് ദ എബിലിറ്റീസ് ഓഫ് ഒബ്ജക്റ്റ് ഓഫ് ഫ്ലോട്ട് ഇൻ വാട്ടർസ്. ഡോണ്ട് വി റൈറ്റ് സം എക്സാമ്പിൾ ഫോർ ദ സിറ്റുവേഷൻസ്? അപ്പോൾ നമ്മൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ചില വസ്തുക്കളുടെ കഴിവ് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായി നമ്മൾ പ്രയോജനപ്പെടുത്താറുണ്ടല്ലോ. അത് ഏതൊക്കെയാണെന്ന് ഉദാഹരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ചില സന്ദർഭങ്ങൾക്ക്. അപ്പോൾ ഏതൊക്കെയാണ്? ലൈഫ് ജാക്കറ്റ് ഫോർ സ്വിമ്മിങ് അല്ലേ? അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചുള്ള നീന്തൽ, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, പിന്നെന്താണ്? പ്ലാന്റെയിൻ സ്റ്റംപ് യൂസ്ഡ് ഫോർ സ്വിമ്മിങ് അല്ലേ? എന്താണ്? വാഴപ്പിണ്ടി ഉപയോഗിച്ചുള്ള നീന്തൽ. ഇൻഫ്ലറ്റഡ് ട്യൂബ് ഫോർ സ്വിമ്മിങ് അല്ലേ? നദിയിലൂടെ നമ്മൾ ട്യൂബൊക്കെ ഉപയോഗിച്ചിട്ട് നീന്തില്ലേ? അതാണ്. ഓക്കെ. ടു ക്യാരി വുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ടു ക്യാരി വുഡ് ത്രൂ ദ റിവേഴ്സ്, ഷുഗർ, സാൾട്ട്, വിനീഗർ, ബേക്കിംഗ് സോഡ, ഡിറ്റർജൻറ്റ്, കെറോസിൻ, കോക്കനട്ട് ഓയിൽ. അപ്പോൾ കോപ്പർ സൾഫേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. വിച്ച് ഓഫ് ദ സബ്സ്റ്റാൻസസ് ഡിസോൾവ് ഇൻ വാട്ടർ ആൻഡ് വാട്ട് ആർ ദ സബ്സ്റ്റാൻസസ് ദാറ്റ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ? അപ്പോൾ കണ്ടക്ട് ദ എക്സ്പെരിമെൻറ്റ് ആൻഡ് ലിസ്റ്റ് അവർ ഫൈൻഡിങ്സ്, യുവർ ഫൈൻഡിങ്സ്. അപ്പോൾ എന്താണ്? ഈ വസ്തുക്കളൊക്കെ വെച്ചിട്ട് എന്താണ് വെള്ളത്തിൽ ലയിക്കാത്തവ ഏത്, ലയിക്കുന്നവ ഏത് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സബ്സ്റ്റാൻസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ, സബ്സ്റ്റാൻസസ് ദാറ്റ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. ഓക്കെ. അപ്പോൾ അതവിടെ തന്നിട്ടുണ്ട്, നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ
സബ്സ്റ്റാൻസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ, സബ്സ്റ്റാൻസസ് ദാറ്റ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ, ഒക്കെ അത് തന്നിട്ടുണ്ട്, അത് എഴുതാം. ഓക്കെ. ഇനി വേർ ഡു ഫിഷസ് ഇൻ അക്വേറിയം ഗെറ്റ് ഓക്സിജൻ ടു ബ്രീത്ത്. അപ്പോൾ നമ്മൾ അക്വേറിയത്തിലെ മത്സ്യങ്ങൾ ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഫിഷസ് ബ്രീത്ത് ഓക്സിജൻ ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ അല്ലേ? ജലത്തിൽ ലയിച്ച് ചേർന്ന ഓക്സിജനാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. ഹൗ ഈസ് സോഡ വാട്ടർ മെയ്ഡ്? എന്താണ് സോഡ വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സോഡ വാട്ടർ ഈസ് മെയ്ഡ് ബൈ ഡിസോൾവിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇൻ വാട്ടർ അല്ലേ? ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. ഇനി വോട്ട് ഈസ് സൊല്യൂട്ട്? സബ്സ്റ്റാൻസസ് ദാറ്റ് ഡിസോൾവ് ഈസ് കോൾഡ് സൊല്യൂട്ട് അല്ലേ? ലയിച്ചു ചേരുന്ന വസ്തുവിനെ സൊല്യൂട്ട് എന്ന് പറയുന്നു. ഓക്കെ. ഇനി എന്താണ് സോൾവെൻറ്റ്? സോൾവെൻറ്റ് എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ ദ സബ്സ്റ്റാൻസസ് ഇൻ വിച്ച് സൊല്യൂട്ട് ഡിസോൾവ് ഈസ് കോൾഡ് സോൾവെൻറ്റ്. സൊല്യൂട്ട് ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് സോൾവെൻറ്റ്. ഓക്കെ. ലിസ്റ്റ് ഔട്ട് ദ സിറ്റുവേഷൻസ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഇൻ ഈച്ച് ദ പ്രീവിയസ് ആക്ടിവിറ്റീസ്. അപ്പോൾ എന്താണ്, നേരത്തെ പഞ്ചസാര, സോഡ, ഇതൊക്കെ എടുത്തില്ലേ? അപ്പോൾ അതിലൊക്കെ നമ്മൾ നോക്കുക അതിൽ ഏതാണ് സൊല്യൂട്ട് സോൾവെൻ്റ് എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അതവിടെ തന്നിട്ടുണ്ട്, എഴുതുക. ഇനി ഹൗ ഡു വി റിമൂവ് ദ ജാക്ക് ഫ്രൂട്ട് ഗം ആൻഡ് ടാർ ഇഫ് ദേ സ്റ്റിക്ക്? അപ്പോൾ ചക്കപ്പശയും ടാറൊക്കെ നമ്മുടെ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ എങ്ങനെ നീക്കം ചെയ്യാമെന്ന്. അപ്പോൾ ജാക്ക് ഫ്രൂട്ട് ഗം ആൻഡ് ടാർ ആർ സോല്യുബിൾ ഇൻ കെറോസിൻ ആൻഡ് കോക്കനട്ട് ഓയിൽ അല്ലേ? അപ്പം ബൈ അപ്ലൈയിങ് കെറോസിൻ ആൻഡ് കോക്കനട്ട് ഓയിൽ വി ക്യാൻ റിമൂവ് ജാക്ക് ഫ്രൂട്ട് ഗം ആൻഡ് ടാർ. അപ്പം ചക്കപ്പശയും ടാറൊക്കെ മണ്ണെണ്ണയൊക്കെ വെളിച്ചെണ്ണയിലും ലയിക്കും അല്ലേ? അതുകൊണ്ട് മണ്ണെണ്ണയും വെളിച്ചെണ്ണയും പുരട്ടിയാൽ ചക്കപ്പശയും ടാറും നീക്കം ചെയ്യാം. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ റിമൂവിങ് ബോൾ പെൻ ഇങ്ക് ഓൺ ക്ലോത്ത്? നമ്മൾ ബോൾ പെന്ന് നമ്മുടെ മഷി വസ്ത്രത്തിൽ പുരണ്ടാൽ അത് നീക്കം ചെയ്യാൻ എന്താണ് മാർഗം? ഇങ്ക് ഡിസോൾവിങ് ആൽക്കഹോൾ അല്ലേ? മഷി ആൽക്കഹോളിൽ ലയിക്കുന്നു. സാനിറ്റൈസർ കണ്ടെയ്ൻ ആൽക്കഹോൾ അല്ലേ? സാനിറ്റൈസർ ആൽക്കഹോളിൽ അടങ്ങിയിട്ടുണ്ട്. സോ യൂസിങ് സാനിറ്റൈസർ. അപ്പോൾ അതിനാൽ നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ച് വി ക്യാൻ റിമൂവ് ബോൾ പെൻ ഇങ്ക് ഫ്രം ക്ലോത്ത് അല്ലേ? അപ്പം വസ്ത്രത്തിൽ പുരണ്ട ബോൾ പെന്നിയുടെ മഷി നീക്കം ചെയ്യാം. ഇനി ആർ ദ സബ്സ്റ്റാൻസസ് സോല്യൂബിൾ ഇൻ വാട്ടർ, സോല്യൂബിൾ ഇൻ കെറോസിൻ ആൻഡ് കോക്കനട്ട് ഓയിൽ? ലെറ്റ് us എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതവിടെ തന്നിട്ടുണ്ട്, എഴുതാം. ഇനി യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വാട്ടർ ഈസ് ദ എബിലിറ്റി ടു ഡിസോൾവ് മെനി സബ്സ്റ്റാൻസസ്, ഹാൻസ് വാട്ടർ ഈസ് കോൾഡ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്, അതിനാൽ ജലത്തെ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറയുന്നു. റൈറ്റ് മോർ എക്സാമ്പിൾ ദാറ്റ് ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഡിസോൾവിങ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ജലത്തിൻ്റെ ലായകശേഷി പ്രചോദനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ദാറ്റ് to wash clothes, to prepare various types of drinks, when taking medicines, while watering plant, while diluting plants അല്ലേ? പിന്നെ when the dirt is washed off. Okay, do the following experiment using water, sugar and ink. വാട്ടറും എന്താണ് വെള്ളവും പഞ്ചസാരയും മഷിയൊക്കെ ഉപയോഗിച്ചിട്ട് താഴെ പറയുന്ന രീതിയിൽ പരീക്ഷണം ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ടേക്ക് വാട്ടർ ഇൻ 2 ഗ്ലാസ്, 2 ഗ്ലാസ് വെള്ളം എടുക്കുക, മിക്സ് ഷുഗർ ഗ്രെയിൻ ആൻഡ് 1 പൗഡേർഡ് ഷുഗർ ഇൻ അന്താദർ അല്ലേ? ഒന്നിൽ പൊടിച്ച പഞ്ചസാരയും ഒന്നിൽ പൊടിക്കാത്ത പഞ്ചസാര ഇടുക. അപ്പോൾ അതിന് നിരീക്ഷിക്കാം. ഒരു 2 ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, എന്താണ്, ഒന്നിൽ പൊടിച്ച പഞ്ചസാര ഇടുക, മറ്റേതിൽ പൊടിക്കാത്ത പഞ്ചസാര ഇടുക. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര പതുക്കെ അലിയുന്നു, പൊടിച്ച പഞ്ചസാര വേഗത്തിൽ അലിയുന്നു. ഓക്കെ, അതാണ് ഒബ്സർവേഷൻ. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താ എഴുതേണ്ടത്? നമ്മൾ എന്താണ് 2 ഗ്ലാസ് വെള്ളം എടുക്കുക, എന്താണ് അതിൽ ഡിസോൾവ് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒന്നിൽ പഞ്ചസാര ഇളക്കാതെ ഇടുക, മറ്റേതിൽ ഇളക്കിയിട്ട് ഇടുക. അപ്പോൾ എന്താണ്, ഏതാണ് ആദ്യം അലിയ? ഇളക്കുന്ന പഞ്ചസാര വേഗം അലിയും, ഇളക്കാത്തവ സാവധാനം അലിയും. അപ്പോൾ ഈ സിറ്റുവേഷൻ 3 എന്താ എഴുതാം? അതേമാതിരി തന്നെ ഹോട്ട് വാട്ടറും കൂൾ വാട്ടറും എടുക്കുക. അപ്പോൾ ഏതാണ്? ഹോട്ട് വാട്ടറിൽ ഫാസ്റ്റായിട്ട് വേഗം എന്താണ്, ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളവും മറ്റൊരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളം എടുക്കുക, എന്നിട്ട് ഒരു തുള്ളി മഷി അതിൽ ലഭിച്ചു കൊടുക്കുക, ഇങ്ക്. അപ്പോൾ ഇങ്കിൻ ഹോട്ട് വാട്ടർ എന്താ സംഭവിക്കാം? ഡിസോൾവ് ഫാസ്റ്റർ. ഇങ്കിൻ കോൾഡ് വാട്ടർ ഡിസോൾവ് സ്ലോലി അല്ലേ? തണുത്ത വെള്ളത്തിൽ സ്ലോ ആയിട്ട് നടക്കും, മറ്റേത് ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഇനി ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ സ്പീഡ് വിച്ച്
സ്പീഡ് അറ്റ് വിച്ച് ഷുഗർ ആൻഡ് ഇങ്ക് ഡിസോൾവ്. എസ് അല്ലേ? എന്താണ്? പഞ്ചസാരയും മഷിയും ലയിക്കുന്നതിന് വേഗതയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടല്ലേ? വ്യത്യാസം ഉണ്ട് അല്ലേ? ഇനി ഫൈൻഡ് ഔട്ട് റൈറ്റ് ഡൗൺ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഇൻ സ്പീഡ് ഓഫ് ഡിസൊല്യൂഷൻ ആൻഡ് സബ്സ്റ്റാൻസസ്. വസ്തുക്കളുടെ എന്താണ് വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതുമല്ലോ എന്ന്. അപ്പോൾ എന്തൊക്കെയാണ്? സന്ദർഭം ഒന്ന് എന്താണ്? വെൻ ഷുഗർ ഈസ് പൗഡേർഡ് ഇറ്റ്സ് സർഫേസ് ഏരിയ ഇൻക്രീസസ് ആൻഡ് ഡിസോൾവ് മോർ ക്വിക്ക്ലി ഇൻ വാട്ടർ. രണ്ടാമത്തെ എന്താ നമ്മൾ നോക്കിയത്? നമ്മൾ ഷുഗർ ഇളക്കിയപ്പോൾ നമുക്ക് എന്താണ് പഞ്ചസാര വെള്ളത്തിലിട്ട് ഇളക്കുമ്പോൾ എന്താണ് വെള്ളവുമായുള്ള സമ്പർക്കം വേഗത്തിലാക്കുന്നു അല്ലേ? ലയനം വേഗം നടക്കുന്നു. മൂന്നാമത്തെ സന്ദർഭം എന്താണ്? ചൂടുള്ള വെള്ളത്തിൽ മഷി ഇട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? താപനില ഉയരുന്നത് മൂലം ദ്രാവക തന്മാത്രകളുടെ കൂട്ടിമുട്ടൽ വേഗത്തിലാകുന്നു അല്ലേ? അപ്പോൾ ലയന വേഗതയും വർദ്ധിക്കുന്നു. ഓക്കെ, അതാണ് സിറ്റുവേഷൻ 3 പറയണത്. അപ്പം ഇനി ഹൗ ഈസ് ഐസ് ഫോംഡ്? അപ്പം നമ്മൾ ഐസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഐസ് ഈസ് ദ സോളിഡ് ഫ്രം ഓഫ് വാട്ടർ അല്ലേ? എന്താണ്? വെള്ളത്തിൻ്റെ ഖരാവസ്ഥയാണ് എന്ത്? ഐസ്. അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ഈസ് കണ്ടൻസസ് ആൻഡ് ടേൺ ഇൻ ഐസ് അല്ലേ? വെള്ളത്തിൻ്റെ ഖരാവസ്ഥയാണ് ഐസ്. 0 ഡിഗ്രി സെൽഷ്യസിൽ ജലം ഘനീഭവിച്ച് ഐസായി മാറുന്നു. ഇനി വാട്ട് ആർ ദ യൂസസ് ഓഫ് ഐസ്? അപ്പോൾ നമ്മൾ ഐസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കാം? അപ്പോൾ എന്തൊക്കെയാണ്? ടു പ്രിസർവ് ഫുഡ് ഫ്രം ദ സ്പോയിലിംഗ്, പിന്നെ ഇൻ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ്, ഐസ് സ്പോർട്സ്, പിന്നെ ആർട്ട് വർക്കിംഗ് വിത്ത് ഐസ്, ടു ചിൽ ബിവറേജ്, ടു പ്രിസർവ് മെഡിസിൻസ് ഒക്കെ. ഓക്കെ, അതിനൊക്കെയാണ് നമ്മൾ ഐസ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻ ഇഫ് ഐസ് ഈസ് ലെഫ്റ്റ് ഔട്ട്സൈഡ് ഫോർ ദ ഷോർട്ട് ടൈം? വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇറ്റ്? അപ്പോൾ എന്താണ്? ഐസ് അല്പസമയം പുറത്ത് വെച്ചിരുന്നാൽ എന്ത് സംഭവിക്കും? എന്താണ് ഇതിൻ്റെ കാരണം? ഐസ് മെൽറ്റ് ആൻഡ് ബിക്കം വാട്ടർ അല്ലേ? ഐസ് ഒബ്സർവ് ഹീറ്റ് ആൻഡ് ബിക്കം വാട്ടർ. അപ്പോൾ ഐസ് ഉരുകി വെള്ളമായി മാറുന്നു. ഐസ് താപോർജ്ജം സ്വീകരിച്ച് ജലമാകുന്നു. ഇനി പ്രിപ്പയർ എ നോട്ട് ബൈ ഒബ്സർവിങ് ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ഐസ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് നോട്ട്? വിവിധ സന്ദർഭങ്ങളിൽ ഐസിന് വരുന്ന മാറ്റങ്ങൾ പരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരീക്ഷണ കുറിപ്പിൽ നമ്മൾ എന്തെല്ലാം ഉൾപ്പെടുത്താം? അപ്പോൾ ആദ്യം എയിം അല്ലേ? ടു ഒബ്സർവ് ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ഐസ് ഇൻ ഡിഫറെൻറ്റ് സൊല്യൂഷൻ. അപ്പോൾ വിവിധ സന്ദർഭങ്ങളിൽ ഐസിന് വരുന്ന മാറ്റങ്ങൾ. പിന്നെ മെറ്റീരിയൽ എന്തൊക്കെയാണ്? ഐസ് ക്യൂബ് വേണം, വെസൽ വേണം, ലെഡ് വേണം, പിന്നെ എന്താണ് ഹീറ്റ് സോഴ്സസ് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് വേണം? നമ്മൾ ഐസ് കട്ടകൾ വേണം, പാത്രം വേണം, സ്റ്റവ് വേണം, അടപ്പ് വേണം, ബർണർ വേണം. ഓക്കെ, ഇനി പരീക്ഷണക്രമം എന്താണ്? സന്ദർഭം ഒന്ന്, സിറ്റുവേഷൻ എങ്ങനെയാണ്, പ്രൊസീജിയേഴ്സ് ഒക്കെ എന്താ? ടേക്ക് സം ഐസ് ക്യൂബ്സ് ഇൻ വെസൽസ് അറ്റ് റൂം ടെമ്പറേച്ചർ അല്ലേ? ഐസ് കട്ടകൾ നമ്മൾ ചൂടാക്കുക. പിന്നെ ടേക്ക് സം ഐസ് ക്യൂബ്സ് ഓഫ് വെസൽ ഹീറ്റ് ഓഫ് സ്റ്റവ് അല്ലേ? പിന്നെ എന്താണ്? ഐസ് കട്ടകൾ കുറച്ച് സമയത്തേക്ക് പുറത്ത് വയ്ക്കുക ഒന്നാമത്തെ സന്ദർഭത്തിൽ. പിന്നെ രണ്ടാമത്തെ സന്ദർഭത്തിൽ ഐസ് കട്ടകൾ ചൂടാക്കുക. മൂന്നാമത്തെ സന്ദർഭത്തിൽ ടേക്ക് വാട്ടർ വെസൽസ് ആൻഡ് ഹീറ്റ് അണ്ടിൽ ദ ബിഗിൻസ് ടു ബോയിൽ അല്ലേ? എന്താണ്? തിളപ്പിച്ച ശേഷം പാത്രം അടപ്പ് ഉപയോഗിച്ച് അടയ്ക്കുക. കുറച്ച് സമയത്തിന് ശേഷം അടപ്പിൻ്റെ അടിഭാഗം പരിശോധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ ബോയിലിംഗ് ആൻഡ് വാട്ടർ ക്ലോസ്ഡ് ആൻഡ് മിനിറ്റ്സ് റിമൂവിങ് ലെഡ് ടു എക്സാമിൻ ദ ബോട്ടം ഓഫ് ദി ലെഡ്. അല്ല, അപ്പോൾ എന്താണ്? ആദ്യം നമ്മൾ അടപ്പിൻ്റെ അടിയിൽ വെള്ളത്തുള്ളികൾ കാണപ്പെടുന്നു അല്ലേ? ജലം ചൂടാകുമ്പോൾ നീരാവി ഉണ്ടാകുന്നു അല്ലേ? ടേക്ക് സം വാട്ടർ ഇൻ വെസൽ ആൻഡ് ഹീറ്റ് അണ്ടിൽ ദ ബിഗിൻസ് ടു ബോയിൽ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ നിഗമനം എന്താ എഴുതുക? ദ ഐസ് മെറ്റൽ സ്ലോലി അല്ലേ? എന്താണ് സിറ്റുവേഷൻ? ഒബ്സർവേഷൻ എന്താണ്? ദ ഐസ് മെറ്റൽ സ്ലോലി. സിറ്റുവേഷൻ 2, ദ ഐസ് മെറ്റൽ rapidly as the absorbed heat from stove quickly turning. അപ്പം സിറ്റുവേഷൻ 1 എന്താ? ഒബ്സർവേഷനിൽ സിറ്റുവേഷൻ 1 ഐസ് മെറ്റൽ സ്ലോലി അല്ലേ? ഐസ് സാവധാനം ഉരുകുന്നു. ദ മെറ്റൽസ് ഇസ് റാപ്പിഡ്ലി ആസ് ദ അബ്സോർബ്ഡ് ഹീറ്റ് ഫ്രം സ്റ്റൗസ് ക്വിക്ക്ലി റണ്ണിങ് ഇൻ ടു വാട്ടർ. അപ്പോൾ ചൂടാകിരണം ചെയ്ത ഐസ് പെട്ടെന്ന് ഉരുകി വെള്ളമാകുന്നു. ഇനി സിറ്റുവേഷൻ 3, ദ വാട്ടർ റീച്ചസ് ബോയിലിംഗ് പോയിന്റ് ആൻഡ് ബിഗിൻസ് ഫ്രം ദി വാട്ടർ വേപ്പർ അല്ലേ? അടപ്പിൻ്റെ അടിഭാഗത്തിൽ അല്ല
എന്താണ് നമ്മൾ വേപ്പർ എന്താണ് നീരാവി അല്ലേ, ജലം ചൂടാകുമ്പോൾ നീരാവി ഉണ്ടാകും അല്ലേ. നമ്മൾ അടപ്പിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ നീരാവി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സിറ്റുവേഷൻ 4 എന്താണ്, വാട്ടർ ഈസ് ഡ്രോപ്ലെറ്റ്സ് ആൻഡ് ഒബ്സർവ്ഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ലെഡ് അല്ലെ, അടപ്പിൻ്റെ അടിയിൽ വെള്ളത്തുള്ളികൾ കാണപ്പെടുന്നു. ഓക്കെ, ഇനി ഇൻഫറൻസസ് എന്താണ് നമുക്ക് കണ്ടുപിടിക്കാം. ഇൻഫറൻസസ് എന്ന നിഗമനം എന്താ, ഐസ് മെറ്റൽ സ്ലോലി അറ്റ് റൂം ടെമ്പറേച്ചർ ഡ്യൂ ടു ദ ഒബ്സർവേഷൻസ് അബ്സോർപ്ഷൻ ഓഫ് ദ ഹീറ്റ് ഫ്രം ദ സറൗണ്ടിങ്സ്. അപ്പോൾ എന്താണ്, ചുറ്റുപാടുകളിൽ നിന്നും താപം ആഗിരണം ചെയ്ത ഐസ് പതുക്കെ ഉരുകുന്നു അല്ലേ. അപ്പം വെൻ ഹീറ്റ് ഈസ് അപ്ലൈഡ് ഡയറക്റ്റ്ലി, ചൂടാകുമ്പോൾ ഐസ് ഐസ് മെൽറ്റ് ഫാസ്റ്റർ അല്ലേ, ചൂടാക്കുമ്പോൾ നമ്മൾ ഐസ് പെട്ടെന്ന് ഉരുകുന്നു. ബോയിലിംഗ് വാട്ടർ കൺവേർട്ട് ഇൻറ്റു വാട്ടർ വേപ്പർ അല്ലേ, ജലം ചൂടാകുമ്പോൾ നീരാവി ഉണ്ടാകുന്നു. വാട്ടർ വേപ്പർ ഈസ് കൂൾ ആൻഡ് ബിക്കം വാട്ടർ അഗെയിൻ അല്ലേ, നീരാവി തണുത്ത് വീണ്ടും ജലമായി മാറുന്നു. ഓക്കെ, ഇനി ആ സിറ്റുവേഷൻസ് ഒബ്സർവേഷൻസ് ഒക്കെ നമ്മൾ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്, അതവിടെ പട്ടികപ്പെടുത്താം. ഓക്കെ, ഇനി ഇൻ മെനി സിറ്റുവേഷൻസ് വി യൂസ് ടു എബിലിറ്റി വാട്ടർ കണ്ടൻറ്റ് ഹീറ്റ് വിച്ച് ആർ ദോസ് സിറ്റുവേഷൻസ്. അപ്പോൾ എന്താണ്, ചൂടുവെള്ളത്തിനുള്ള കഴിവ് പല സന്ദർഭങ്ങളിലും നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ എന്തെല്ലാമാണ് അത്തരം സന്ദർഭങ്ങൾ. അപ്പം ഫോർ കുക്കിംഗ് റൈസ് അല്ലെ, അരി വേവിക്കുന്നതിന്, മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് എന്താണ് ചികിത്സാ രംഗത്ത്, ടു റെഡ്യൂസ് പെയിൻ അല്ലേ, നമുക്ക് വേദനയൊക്കെ കുറയ്ക്കാൻ ഉപയോഗിക്കാം. പിന്നെ ഇൻഡസ്ട്രി അല്ലേ, പിന്നെ വ്യവസായിക രംഗത്ത്, പവർ ജനറേഷൻ, വൈദ്യുതി നിർമ്മാണത്തിന്, സ്റ്റീം എഞ്ചിനുകൾക്കൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു ദ മോയ്സ്ചറൈസർ ഇൻ വെറ്റ് ക്ലോത്ത്സ് ആസ് ദാറ്റ് ഗെറ്റ് ഡ്രൈ. നനഞ്ഞ തുണി ഉണക്കുമ്പോൾ തുണിയിലെ മോയ്സ്ചർ what happened to the moisture in the wet cloth as they get dry. അപ്പോൾ എന്താണ് ഡ്രൈ, അപ്പം നനഞ്ഞ തുണി ഉണക്കുമ്പോൾ തുണിയിലെ ജലാംശത്തിന് എന്ത് സംഭവിക്കുന്നു. അപ്പോൾ വെൻ വാട്ടർ ഈസ് ഹീറ്റഡ് ദ റൈസസ് അപ്പ് ഓൺ സ്റ്റംപ് ആസ് ദ മോയ്സ്ചർ ഫ്രം ദ ക്ലോത്ത് ഓഫ് evaporate and becomes water vapor and rise up. The cloth of gradually become drier when the process of continues until most of the water of evaporated leaving the cloth dry. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, നനഞ്ഞ തുണി ഉണക്കുമ്പോൾ തുണിയിലെ ജലാംശത്തിന് എന്ത് സംഭവിക്കുന്നു. അപ്പം എന്താ, ചൂടാകുമ്പോൾ ജലം ബാഷ്പമായി വരുന്നു, നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശം ബാഷ്പമായി വരുന്നു. ജലാംശം മുഴുവൻ ബാഷ്പീകരിക്കപ്പെടുന്നവരെ ഈ പ്രക്രിയ തുടർന്ന് ഇങ്ങനെ തുണികൾ ഉണങ്ങുന്നു എന്ന് പറയാം. അപ്പം എന്താണ് ബാഷ്പീകരണം, അതെന്താ നോക്കുക. എന്താണ് പറയാ, എന്താണ് the spreading of small particles of liquid from its surface to surrounding is called. അപ്പോൾ എന്താ പറയുക വെച്ചാൽ, ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറിയ കഷ്ണങ്ങൾ ചുറ്റുപാടുള്ള വ്യാപിക്കുന്നതിനെ നമ്മൾ ബാഷ്പീകരണം എന്ന് പറയുന്നു. ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. പിന്നെ എന്താണ്, ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഡാഷ് ഈസ് ഓൺലി സബ്സ്റ്റൻസസ് എക്സിസ്റ്റ് ഓഫ് നാച്ചർ ഇൻ 3 സ്റ്റേറ്റ്സ് ഓഫ്, ഏതൊക്കെയാണ്, ലിക്വിഡ്, ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്, വാട്ടർ. ഇനി അപ്പം നമ്മൾ ചിത്രത്തിൽ ചിത്രത്തിൽ ഒരു കുപ്പിയിൽ 3 കുപ്പിയിൽ നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഉപകരണം ഉണ്ടാക്കുക. എങ്കിലും ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ച് എന്താണ് സംഭവിക്കുന്നത് നിരീക്ഷിക്കുക. നിങ്ങളുടെ കണ്ടെത്തലുകൾ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് നോക്കുക. അവ 3 കുപ്പികളിലെയും ജലനിരപ്പ് ഒരുപോലെയാകും. ജലവിധാനം പാലിക്കുന്നതിന് ഇത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ടു വാട്ടർ
ലെവൽ ഈസ് വെൽ ഓഫ് നിയർ ബൈ ദ ഹൗസസ് ആൻഡ് വാട്ടർ ബോഡീസ് ഡ്രൈ അപ്പ്. അപ്പോൾ ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിൽ കിണറിലെ ജലനിരപ്പിന് എന്ത് സംഭവിക്കുന്നത്? എന്താണ്? ജലസ്രോതസ്സുകൾ വറ്റുമ്പോൾ ജലനിരപ്പ് താഴുന്നു, ജലം വിധാനം പാലിക്കുന്നു. ഇത് സമീപത്തെ വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പ് താഴാനിടയാക്കുന്നു. ഓക്കെ, അതാണ്. ഇനി റൈറ്റ് ഡൗൺ ദ സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ അറൗണ്ട് യു. അപ്പോൾ എന്താണ്? നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ശുദ്ധജല സ്രോതസ്സുകൾ എന്തെല്ലാമാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അത് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഹൗ ഈസ് റെയിൻ ഫോംഡ്? മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ എന്താണ് മഴ ഉണ്ടാകുന്നത്? കാര്യം വെച്ചാൽ ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു. നീരാവി തണുത്ത് മേഘമായും മേഘം തണുത്ത് മഴയായും മാറുന്നു. ഇനി റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ് എന്തൊക്കെയാണ് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് അത് അവിടെ തന്നിട്ടുണ്ട്. ഇനി നെയിം ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് കേസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻസ്. അപ്പോൾ ജലമലിനീകരണത്തിന് കാരണമാകുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ അതും അവിടെ തന്നിട്ടുണ്ട്, എഴുതാം. ഇനി ലെറ്റസസ് ആണ്. ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് വാട്ടർ ഇല്ലുസ്ട്രേറ്റഡ് ബിലോ. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ആൻഡ് ആഡിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് ദ ഐഡിയ ആൻഡ് മെയ്ഡ് വാട്ടർ, അല്ലേ? ജലത്തെക്കുറിച്ചുള്ള ആശയ ചിത്രീകരണം പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതും അവിടെ തന്നിട്ടുണ്ട്. അവിടെ സ്ഥലീയായിട്ട് അതിന് മേലെ എഴുതാൻ അവിടെ താഴെ തന്നിട്ടുണ്ട് കേട്ടോ, എഴുതാം. ഇനി എക്സാമിൻ ദ ടെസ്റ്റ് റിപ്പോർട്ട് ഓഫ് വാട്ടർ ക്വാളിറ്റി മെയ്ഡ് ദർ 3 ഡിഫറെൻറ്റ് സോഴ്സസ്. അപ്പം 3 വ്യത്യസ്ത സ്രോതസ്സുകളിലെ ജലത്തിൻ്റെ ഗുണനിലവാരം പരിശോധിച്ച റിപ്പോർട്ടാണ് താഴെ തന്നിരിക്കുന്നത്. പട്ടിക വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ. ഇനി വിച്ച് സോഴ്സസ് ഓഫ് വാട്ടർ ഈസ് സേഫസ്റ്റ് ടു ഡ്രിങ്ക്, അല്ലേ? വെൽ വാട്ടറാണ് നമുക്ക് സുരക്ഷിതമായ ജലസ്രോതസ് എന്ന് പറയുന്നത്. ക്യാൻ വി മേക്ക് റിവർ ആൻഡ് പൗണ്ട് വാട്ടർ പോർട്ടബിൾ? ഹൗ? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ എന്താണ്? പുഴവെള്ളവും എന്താണ് കുളത്തിലെ വെള്ളമൊക്കെ നമ്മൾ കുടിവെള്ളമാക്കി മാറ്റാൻ കഴിയുമോ എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ്? കഴിയും. യെസ്, river water and pond water can be made potable, safe for drinking using several methods of such filtrations, അല്ലേ? chlorination and distillation. അപ്പോൾ എന്താണ്? നമുക്ക് അരിക്കലും ക്ലോറിനേഷനും ഡിസ്റ്റിലേഷനൊക്കെ മുതലായ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നദിയിലെയും വെള്ളത്തിലെയും വെള്ളം ശുദ്ധീകരിച്ച് കുടിക്കാവുന്നതാണ്, അല്ലേ? ഇനി വാട്ട് ക്യാൻ ബി ടു പ്രിവെൻറ്റ് ദ പൊല്യൂഷൻ ഓഫ് വാട്ടർ സോഴ്സസ്? ജലസ്രോതസ്സുകളുടെ മലിനീകരണം തടയാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം? അതവിടെ തന്നിട്ടുണ്ട്, എഴുതാം. ഓക്കെ, പിന്നെന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ വാട്ടർ ആൻഡ് ലിസ്റ്റഡ്, അല്ലേ? എന്താണ്? ജലത്തിൻ്റെ സവിശേഷതകൾ യോജിച്ച ഉദാഹരണങ്ങൾ നിത്യജീവിത സന്ദർഭങ്ങളിൽ കണ്ടെത്തി പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്, അതവിടെ തന്നിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, അല്ലേ? ജലത്തിൻ്റെ സവിശേഷത, നിത്യജീവിതത്തിൻ്റെ സന്ദർഭം, സിറ്റുവേഷൻസ്. അപ്പോൾ എന്തൊക്കെ സിറ്റുവേഷനിലാണ്? കോക്കനട്ട് ഹീറ്റ് ആവും, ഓക്കെ, ഇൻഡസ്ട്രിയൽ പർപ്പസ്. അപ്പോൾ അങ്ങനെ എഴുതാം. ഓക്കെ, ഇത്രയുമാണ് ഈ പാഠത്തെ ഉള്ള ആക്ടിവിറ്റീസ് നമ്മൾ നോക്കിയിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.